നമസ്കാരം. ഇന്നത്തെ വീഡിയോ മൊബൈൽ ഫോൺ വഴി വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്ന വിധമാണ്. നമ്മൾ വില്ലേജ് ഓഫീസിലൊക്കെ പോയി കാവൽ നിൽക്കാതെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അത് എനിക്കറിയുന്ന അറിവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് ശേഖരിക്കുന്നത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അത് ഷെയർ ചെയ്ത് സഹായിക്കുക. അതിന് വേണ്ട കാര്യങ്ങളാണ് ഞാൻ ഓൺലൈൻ വഴി ഉള്ള ഒരു വീഡിയോ സഹിതം ബാക്കി എനിക്കറിയുന്ന അറിവുകളും ഞാൻ ഷെയർ ചെയ്യുന്നത്. പോർട്ടൽ സന്ദർശിക്കലും രജിസ്ട്രേഷൻ ആദ്യമേ ഉപയോഗിക്കുന്നവർക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലേക്കും നമ്മൾ ആ വെബ്സൈറ്റിലേക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റ് മോഡ് ഓണാക്കുന്നതിന് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. അത് ചെയ്തതിന് ശേഷം യൂസർ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടും പിന്നെ തിരിച്ചു വരേണ്ടത് അപേക്ഷ ഫോം തിരഞ്ഞെടുക്കലാണ്. അപ്പോൾ അവർ അതിൽ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അതിലേക്ക് നിങ്ങൾ രേഖപ്പെടുത്തുക. ആ ചെയ്തിട്ട് അപേക്ഷാ ഫോം എടുക്കുക. അപേക്ഷാ ഫോം എടുത്തതിന് ശേഷം അപ്ലൈ ഫോർ എ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപേക്ഷേൻ്റെ വിവരങ്ങൾ നൽകുക. ആ വിവരങ്ങൾ നൽകിയതിന് ശേഷം രേഖകൾ അപ്ലോഡ് ചെയ്യുക. പലപ്പോഴായി നമുക്ക് ആവശ്യം വരാറുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് വരുമാന സർട്ടിഫിക്കറ്റ്. വില്ലേജ് ഓഫീസിൽ നിന്നാണ് സാധാരണഗതിയിൽ വരുമാന സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമായി വരാറുള്ളത്. ചിലപ്പോഴായി കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സ്കീമുകൾക്കോ സ്കോളർഷിപ്പുകൾക്കോ മറ്റോ അപേക്ഷിക്കണമെങ്കിൽ താലൂക്ക് ഓഫീസിൽ നിന്നാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരാറുള്ളത്. വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ നമ്മൾ നേരിട്ട് പോയാൽ നമുക്ക് അവിടുന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കുകയില്ല. മറിച്ച് ജനസേവാ കേന്ദ്രം, CSC സെൻറ്റർ, അക്ഷയ സെൻറ്റർ എന്നിവയിൽ നിന്ന് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം വില്ലേജ് ഓഫീസർ പരിശോധിച്ച് അത് അപ്രൂവലാക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണോ അപേക്ഷ കൊടുത്തത് ആ സ്ഥലത്ത് നിന്ന് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ സമർപ്പിക്കുന്നതിന് നമുക്ക് ആവശ്യമായ രേഖകൾ എന്ന് പറയുന്നത് ആരുടെ പേരിലാണോ കൊടുക്കേണ്ടത് അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതോടൊപ്പം തന്നെ അവരുടെ പേര് ഏത് റേഷൻ കാർഡിലാണോ ആ റേഷൻ കാർഡിൻ്റെ കോപ്പി, അതോടൊപ്പം സ്ഥലത്തിൻ്റെ നികുതി അടച്ച റെസിപ്റ്റ്. സ്ഥലത്തിൻ്റെ നികുതിയും വീടിൻ്റെ നികുതിയും രണ്ടാണ്. സ്ഥലത്തിൻ്റെ നികുതി അടക്കുന്ന റെസിപ്റ്റാണ് വേണ്ടത്. അതിൻ്റെ മോഡലാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഇത്രയും രേഖകളാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നാം കൊണ്ടുപോകേണ്ടത്.